ഞെട്ടലേ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. ഓക്കെ, ഇതാ ഈ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതാ കണ്ട. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് പേയാട് ജംഗ്ഷൻ സമീപമാണ്. തിരുവനന്തപുരം പേയാട് ജംഗ്ഷനിൽ നിന്ന് 19.5 സെന്റിലായി 2100 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയുള്ളത്. ഈ വീഡിയോ നിങ്ങളെ തികച്ചും ഇന്ന് ഞെട്ടിക്കും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ 7 മീറ്റർ റോഡ് ഫ്രണ്ടേജുള്ള സെലിബ്രിറ്റികൾ മാത്രം താമസിക്കുന്ന ഈ വില്ലാസിനുള്ളിൽ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണും. അപ്പം ട്രിവാൻഡ്രം പേയാട് ജംഗ്ഷൻ സമീപം 2100 സ്ക്വയർ ഫീറ്റിലായിട്ട് 19 സെന്റിൽ കാണുന്ന എൻ്റെ ഈ കാണുന്ന ലക്ഷറി വില്ല കുറച്ച് പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയോടുകൂടി 4 or 5 കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ധാരാളം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കൂടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. ഇത് നമുക്ക് കാണാം, ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് എത്ര കാർ പാർക്കിംഗ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ കണ്ടോ, ധാരാളം ഫ്രൂട്ട്സ് പ്ലാന്റുകളായിട്ടുള്ള നല്ല മാവ്, പ്ലാവ് അങ്ങനെയുള്ള ഒത്തിരി ഫലവൃക്ഷ തൈകളും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ധാരാളമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഈ ഏരിയയിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റിക്കകത്തൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുക എന്നുള്ളത് പല വ്യക്തികളുടെയും ഒരു സ്വപ്നം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലൊരു ഡിസൈനിങ്, പഴയകാല ഡിസൈനിങ്ങിലേക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഇതാ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്ന ആളിനെ കണ്ട് നിങ്ങൾ ഞെട്ടല്ലേ കേട്ടോ. ഇതാ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ധാരാളം നല്ലൊരു ലിവിങ് സ്പേസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിന് അത്യാവശ്യം ഒരു 20-25 ഇയേഴ്സോളം പഴക്കമുണ്ടെങ്കിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീലേ ഉണ്ടാകത്തില്ല. ബിൽഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് തേക്കും തടിയിൽ മാത്രമാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ റെഡ് ബ്രിക്സ് ആൻഡ് മണലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഞെട്ടലേ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. ഓക്കെ, ഇതാ ഈ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതാ കണ്ട, ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ. ഒരു സമാധാനപരമായി ശാന്തതയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് താമസിക്കാനും എന്നാൽ സിറ്റിയിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഡൈനിങ് ഏരിയയും നമുക്കിവിടെ വാഷ് സ്പേസ് നമുക്ക് വാഷിംഗ് ഏരിയ ആയിട്ട് നമുക്ക് വാഷ് സ്പേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമോട് കൂടി നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ധാരാളമായ സ്റ്റോറേജ് സ്പേസുകളും ഉണ്ട്. നമുക്കിത് കാണാൻ പറയാം കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ അതിന് ചെയ്തിട്ടുണ്ട്. ബാത്റൂംസിനകത്ത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഇതിൽ സ്റ്റോറേജ് സ്പേസുകളും ധാരാളമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്കിത് സെയിലിനിട്ടിട്ടുള്ളത്. നമുക്കിതിലേക്ക് വരുമ്പോൾ തന്നെ നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. അതിലും ധാരാളമായ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ന്യൂജൻ ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ കൂടി ഇന്നത്തെ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് റൂമുമായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് റൂമായിട്ട് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. നമുക്കത് പുറത്ത് നിന്ന് നമുക്ക് കാണിക്കുന്നതാണ്. അവിടെ നമുക്കൊരു സെർവൻറ്റ് ബാത്റൂമും ഒരു സെർവൻറ്റ് റൂമുമായിട്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല മറ്റു സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ്. അതിലേക്ക് നമ്മൾ ഫുള്ളും തേക്കും തടിയാനായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പാനലിംഗ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് തേക്കാണ്. എനിക്ക് ഈ വീട് കയറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു 100 വർഷത്തിന് എബോ ഇനിയും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ഇതിൻ്റെ ഡിസൈൻ മാറ്റാൻ പറ്റും. ഇന്ത്യൻ ഡിസൈനൊക്കെ നമുക്ക് ഏത് രീതിയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി നമുക്കിതിനകത്ത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉണ്ടോ, നല്ലൊരു ബെഡ്റൂം. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂം. നോക്കും, ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം ഇൻക്ലൂഡിങ് ആണ് കേട്ടോ.
അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമുമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ നമുക്ക് നല്ലൊരു ബാൽക്കണി ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾ നോക്കിയാൽ കണ്ട, നല്ല നാച്ചുറൽ എയർ സർക്കുലേഷനുള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് 100% ഇതിനകത്ത് പറയാൻ പറ്റും. ആ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇതിനകത്ത്. വളരെ സൈലൻറ്റ് ഏരിയ, എന്നാൽ സിറ്റിയിൽ നിന്നും വളരെ അടുത്ത് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇവിടെ കണ്ടോ, ഇതൊക്കെ നല്ല ധാരാളമായ ഒരു സ്പേഷ്യസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കും കയറുമ്പോൾ കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളാണ്. അവിടെ നമുക്ക് ഇവിടെയും രണ്ടാമത്തെ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ് നമ്മൾ കണ്ടോ. ഇവിടെ നോക്കിയാലും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇതിനകത്തില്ലാത്ത ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വളരെ റെയറാണ്. കാരണം ഇതിൻ്റെ ഓണർ പുള്ളി ഇത് മേടിച്ചിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അന്ന് പുള്ളി നട്ടുപിടിപ്പിച്ചതാണ് ഇതൊക്കെ ആയിട്ടുള്ള ഈ കാണുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം കേട്ടോ. മാവുണ്ട്, പ്ലാവുണ്ട്, റംബുട്ടാൻ, സപ്പോട്ട, മാംഗോസ്റ്റിൻ എന്ന് വേണ്ട ഏതൊക്കെ ഫലവൃക്ഷങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇത്രയും ഒരു നീറ്റായിട്ട് ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും ആ വീടിനകത്ത് കയറുമ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. അത് നിങ്ങൾ വന്ന് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇതൊരു പോസിറ്റീവ് എനർജി അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മേടിച്ച് തന്നേക്കാം. ഇതാ നോക്കിയേ, ഇതുപോലെ സിറ്റിക്കുള്ളിൽ ഇത്രയും ഒരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടും അതുപോലെ തന്നെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏകദേശം 25-30 വർഷത്തോളം പഴക്കമായിട്ട് പോലും ഇത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോക്കിയേ, ജാതി മരം, അതുപോലെ തന്നെ ഇതാ നോക്കിയേ, ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു കലവറ തന്നെ എന്ന് പറയാം. നോക്കി, ധാരാളമായി തെങ്ങുണ്ട്, പുളിഞ്ചി മരം, അതുപോലെ നമുക്ക് നല്ല പ്ലാവ്, നല്ല വരിക്ക പ്ലാവാണ് കേട്ടോ. ഇതൊക്കെ വളരെ റെയറാണ് നമുക്ക് കാണാനായിട്ട്. ഓരോ മരങ്ങൾ. ഇതാണ് നമുക്ക് സെർവൻ്റെ ബെഡ്റൂമും ബാത്റൂമായിട്ട് വരുന്ന ബാക്ക് സൈഡിലെ ഒരു ഏരിയ എന്ന് പറയും. അപ്പം ഞാൻ നിൽക്കുന്നതേ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഏരിയയൊന്നുമല്ല, ട്രിവാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗമായ പേയാട് എന്ന ജംഗ്ഷൻ സമീപമാണ്. അതാ കണ്ടോ, നമ്മുടെ നിൽക്കുന്നുണ്ട് ഈ 19 സെന്റിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒറ്റത്തടിയുള്ള തേക്കുമരം. അത് 1 അല്ല 2 അല്ല 3 തേക്കുമരം. അതുപോലെ മാവ്, പ്ലാവ് എന്ന് വേണ്ട എല്ലാ വൃക്ഷ തൈകളും കൂടി ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇന്ന് സെയിലിനുള്ളത്. വിത്ത് ഫർണിഷിംഗ് ഉൾപ്പെടെ 19 സെന്റിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം കൂടി ഇൻക്ലൂഡിങ് ഫർണിച്ചറായിട്ട് കൂടിയിട്ടുള്ള 19 സെന്റിൽ കാണുന്ന ഈ ധാരാളം മരങ്ങൾ, ഫ്രൂട്ട്സ് പ്ലാന്റ് ഉൾപ്പെടെ ഉള്ള ഈ പ്രോപ്പർട്ടി ഞങ്ങൾ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,25,00,000 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവീട്ടിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.